everyone, welcome back to Xylem Learning Activities ആണ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് ഫിസിക്സ് പഠിക്കാം. അപ്പോൾ എനിവേ മക്കളെ, ഇന്ന് മിസ് വന്നിരിക്കുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം 6th CBSE പുതിയൊരു സിലബസ് ആണ്. അതുകൊണ്ട് തന്നെ കുറച്ച് മക്കൾക്കൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടാണ് ഇത് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ ഈസി ആക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്ത് തന്നെ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും ലാഗ് ഇല്ലാതെ തന്നെ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ, ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. 4 students used a laboratory thermometer to measure the temperature of water as shown in below. Which one is correct? അപ്പൊ അതായത് ഇവിടെ തന്നിരിക്കുന്ന ഒരു 4 സ്റ്റുഡൻസ് അവര് ആ ഒരു ലബോറട്ടറി തെർമോമീറ്റർ യൂസ് ചെയ്യുന്ന രീതിയാണ് എന്റെ മക്കൾക്ക് കാണാൻ പറ്റുന്നത്. ഇതിൽ ഏതാണ് ശരി എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഒന്നാമത്തെ കുട്ടി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ആ ഒരു ലബോറട്ടറി തെർമോമീറ്റർ ചെരിച്ചാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലബോറട്ടറി തെർമോമീറ്റർ യൂസ് ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കണം? കുത്തനെ വേണം നമ്മൾ വെക്കാനായിട്ട്. അപ്പൊ ഈ കുട്ടി വെച്ചത് തെറ്റാണ്. രണ്ടാമത്തെ കുട്ടി വെച്ചത് എന്താണ്? ഒരു സറൗണ്ടിങ്സിൽ ഒന്നും ടച്ച് ചെയ്യുന്നില്ല, വളരെ വൃത്തിയായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് അളക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അത് അവിടെ ഇരിക്കട്ടെ. മൂന്നാമത്തെ കുട്ടി നോക്കുവാണെങ്കിൽ മൂന്നാമത്തെ കുട്ടിയുടെ ആ ഒരു ലബോറട്ടറി തെർമോമീറ്റർ അതിന്റെ അടിഭാഗത്ത് ടച്ച് ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ച കാര്യം തന്നെയായിരുന്നു, ഈ ഒരു ലബോറട്ടറി തെർമോമീറ്റർ മെഷർ ചെയ്യുന്ന സമയത്ത് ഒരു ഭാഗവുമായിട്ടും അതിനൊരു കണക്ഷൻ വരരുത്. ഏത് ലിക്വിഡ് അല്ലെങ്കിൽ ഏത് സൊല്യൂഷന്റെ ആണോ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ നോക്കുന്നത്, ആ ടെമ്പറേച്ചർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മുങ്ങിയിരുന്നാലും മാത്രം മതി. ഓക്കെ, അപ്പൊ ഇനി നാലാമത്തെ ആ ഒരു ചിത്രം നോക്കിയാലും അവിടെ നമുക്ക് എന്താണ് ഒരു കോണ്ടാക്ട് വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പൊ ഈ ഓരോ ചിത്രങ്ങളും നോക്കിയാൽ നമ്മുടെ സ്റ്റുഡന്റ് 2 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് ആ ഒരു ലബോറട്ടറി തെർമോമീറ്റർ മെഷർ ചെയ്യുന്നത് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി അടുത്ത ചോദ്യം, ഹൗ ഡസ് എ പ്ലാനറ്റ് ഡിഫർ ഫ്രം എ സ്റ്റാർ? ഒരു സ്റ്റാറും ഒരു പ്ലാനറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പൊ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു ടാബുലർ കോളം യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ പ്ലാനറ്റ്സും അതുപോലെ തന്നെ സ്റ്റാറും ഉണ്ട്. പ്ലാനറ്റ്സിന്റെ പ്രത്യേകത എന്താണ്? The celestial bodies which revolve around the sun in a certain orbit are called planets. സൂര്യന് ചുറ്റും കറങ്ങുന്നതിനെയാണ് നമ്മൾ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. പ്ലാനറ്റ്സ് do not twinkle in the sky. അത് എന്താണ്? ഇങ്ങനെ ട്വിങ്കിൾ ചെയ്യുന്നില്ല. They do not have their own light. അതിന് സ്വന്തമായിട്ട് ലൈറ്റ് ഇല്ല. They revolve around the sun. സൂര്യന് ചുറ്റുമാണ് കറങ്ങുന്നത്. They are small as compared to star. ഓക്കെ, ഇനി നമ്മൾ സ്റ്റാർസിന്റെ കേസ് പറയുവാണെങ്കിൽ ദ സെലസ്റ്റിയൽ ബോഡീസ് വിച്ച് ക്യാൻ എമിറ്റ് ഹീറ്റ് ആൻഡ് ലൈറ്റ് കണ്ടിന്യൂസ്ലി. ലൈറ്റും ഹീറ്റും വളരെ കണ്ടിന്യൂസ് ആയിട്ട് എമിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സെലസ്റ്റിയൽ ബോഡീസ് ആണ് സ്റ്റാർസ് എന്ന് നമ്മൾ പറയുന്നത്. ദേ ട്വിങ്കിൾ ഇൻ ദി സ്കൈ ആൻഡ് ഓൾസോ ദേ ഹാവ് ദെയർ ഓൺ ലൈറ്റ് ആൻഡ് ദേ ആർ ഫിക്സഡ് അറ്റ് എ പോയിന്റ് ആൻഡ് ദേ ആർ വെരി ബിഗ് ഇൻ സൈസ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ടാബുലർ കോളം നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കണം കേട്ടോ. സ്റ്റാർസിന്റെ പ്രത്യേകത, പ്ലാനറ്റ്സിന്റെ പ്രത്യേകത നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കാം. ഇനി അടുത്തതാണ് ഐഡന്റിഫൈ ദ ഫോളോവിങ് കോൺസ്റ്റലേഷൻ. ഇവിടെ നിങ്ങൾക്ക് എ ബി എന്ന് പറഞ്ഞിട്ട് 2 കോൺസ്റ്റലേഷൻ കാണാനായിട്ട് പറ്റും. കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് ആണ് അല്ലേ. ആ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് നോക്കിയിട്ട് നമുക്ക് ഡിഫറെന്റ് പാറ്റേൺസ് ഒക്കെ നമുക്ക് ഇമാജിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു 7 ഡിഫറെന്റ് സ്റ്റാർസിനെ ഇങ്ങനെ പരസ്പരം കണക്ട് ചെയ്യുന്ന 2 കോൺസ്റ്റലേഷൻ ആണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇതിന് ഒരു വലിയ തവി അല്ലെങ്കിൽ ഒരു ബിഗ് ഡിപ്പറിന്റെ ആ ഒരു ഷേപ്പാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ബിഗ് ഡിപ്പർ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സപ്തർഷികൾ എന്നും പറയുന്നുണ്ട്. പക്ഷെ ഇത് രണ്ടും കാണാൻ ഒരുപോലെയാണെങ്കിലും ഇതിന്റെ പേരുകൾ വ്യത്യാസമുണ്ട്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ഏറ്റവും മുകളിൽ കാണുന്നതാണ് ബിഗ് ഡിപ്പർ, അതുപോലെ തന്നെ താഴെയുള്ളതാണ് ലിറ്റിൽ ഡിപ്പർ. ഈ ലിറ്റിൽ ഡിപ്പറിൽ തന്നെയാണ് നമുക്ക് പോൾ സ്റ്റാർസ് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് തൊട്ടിട്ട് ലാസ്റ്റ് യൂണിറ്റ് വരെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോട്ട് ചെയ്തത്. എല്ലാം ഫിസിക്സിന്റെ ബേസിലുള്ള ചാപ്റ്റേഴ്സിൽ നിന്നാണ് കേട്ടോ നമ്മൾ ചൂസ് ചെയ്തത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, മുഴുവനായിട്ട് ഒന്നും കൂടി കാണാൻ വേണ്ടി ശ്രമിക്കുക. വേഗം തന്നെ മാക്സിമം ഷെയർ ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക, എക്സാമിനെ ഫുൾ സെറ്റ് ആക്കുക. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.